എന്നെ ശ്രേയ എത്രയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ പാവം അരവിന്ദനെ ഏതെല്ലാം രീതിയിൽ കഷ്ടപ്പെടുത്തുന്നുണ്ടാവും. അവനൊരു ബഹളക്കാരനാണെങ്കിലും ആളൊരു ശുദ്ധനാ, ബഹളി പിടിച്ചവൻ. അരവിന്ദേട്ടൻ കഷ്ടപ്പെടാൻ നമ്മൾ അനുവദിക്കോ ബാലമ്മ? നമ്മളെല്ലാരും ഇല്ല അരവിന്ദേട്ടന്റെ കൂടെ. അവന്റെ കൂടെ നമ്മളുണ്ട്, ശരിയാ. പക്ഷെ നമ്മുടെ കൂടെ അവനില്ലല്ലോ. ബാലമാമൻ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അരവിന്ദേട്ടൻ നമ്മളെ വിട്ട് എങ്ങും പോയിട്ടില്ലല്ലോ, നമ്മുടെ കൂടെ തന്നെ ഇല്ലേ. പിന്നെ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാവും. ബാലമാമനൊന്നും കഴിച്ചില്ലല്ലോ, ഞാനൊരു ചായ ഇട്ടുകൊണ്ട് വരാം. വേണ്ട മോളെ, എനിക്കൊന്നും വേണ്ട. വെറും വയറ്റിലിരിക്കാൻ പോവാണോ? വെറും വയറ്റിലിരുന്നാലും മനസ്സ് നിറഞ്ഞിരിക്കുകയല്ലേ. എനിക്ക് വിശക്കുന്നില്ല മോളെ. നീ ആകാശത്തിന് ചായ കൊടുക്ക്, എന്നിട്ട് മോളും കുടിച്ചോ. ഞാൻ അക്കുച്ചേട്ടന് മാത്രല്ല ബാലമാമനും ഗോവിന്ദമാമയ്ക്കും ഒക്കെ ചായ ഇടാൻ പോവാ. വേണ്ടെന്ന് പറയണ്ട, ഞാൻ സമ്മതിക്കില്ല. അരവിന്ദ്, ഞാൻ എഴുതിയിരിക്കുന്ന മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം കേട്ടോ. ഓക്കെ ഡോക്ടർ. കട്ടിയുള്ള ആഹാരം 2 ദിവസത്തേക്ക് ഒഴിവാക്കാം. അത് ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. പിന്നെ താങ്ക്സ് എന്റെ മോനെ പഴയതുപോലെ തന്നെ തിരിച്ചു തന്നതിന്. താങ്ക്സ് എന്നോടല്ല, അരവിന്ദിന്റെ ഭാര്യയോടാണ് പറയേണ്ടത്. അറിയാലോ, ഇവരുടെ പ്രസൻസ് ആണ് അരവിന്ദിന്റെ മെഡിസിനേക്കാൾ ശക്തി കൊടുത്തത്. Okay, take care. അരവിന്ദ് വാ, എനിക്ക് പതുക്കെ എടി, ആ സാധനങ്ങളൊക്കെ എടുത്തോ എടുത്തോ, നടക്ക് വേഗം. കകുതി, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ? എന്താ അക്കുച്ചേട്ടാ അങ്ങനെ ഒരു ചോദ്യം? ഞാൻ അക്കുച്ചേട്ടനോട് കള്ളം പറയാറുണ്ടോ? അതല്ല കകുതി, ഞാൻ മരുന്ന് വാങ്ങി വരുന്നതിന് മുമ്പ് നീയും അച്ഛനും പോയി. ശ്രേയ നിങ്ങളുടെ കൂടെ വരില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൾ എങ്ങനെ വന്നു? അവളുടെ അഹങ്കാരം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. നീയും അച്ഛനും പോയി വിളിച്ചാ ഉടനെ ഇറങ്ങി വരുന്നവളല്ല ശ്രേയ. പിന്നെങ്ങനെ വന്നു? അതാ ഞങ്ങൾക്കും അത്ഭുതം തോന്നിയ. ചരു, നീ എന്നോട് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? ഇല്ല. അപ്പോ ശ്രേയയുടെ വീട്ടിൽ എന്താ ഉണ്ടായെന്ന് പറ. എന്താ ഉണ്ടായെന്ന് പറ കകോത്തി. അത് ഞാനും പേടിച്ച ശ്രേയയുടെ വീട്ടിലേക്ക് പോയത്. ശ്രേയ ഇങ്ങനെ പെരുമാറുന്ന അറിയില്ലല്ലോ, ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല.
ബാലമാമനെ കണ്ടപ്പോ ശ്രേയ പറഞ്ഞു, അങ്കിൾ എന്തിനാ നേരിട്ട് വന്നത്, ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കൂടെ പോന്നു.